ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷവും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന കുറച്ച് ദിവസങ്ങളിലെ വിശേഷമൊക്കെ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ മനുവും കൃഷ്ണമോളും കൂടെ തമ്മിൽ സംസാരിക്കുന്ന ഒരു സീനാണല്ലോ ഇന്നലെ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. അപ്പൊ അതിനെ തുടർന്ന് തന്നെയാണ് ഇന്നത്തെ തുടക്കം കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ മനു സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് അലീന എന്തി ബബിത എന്തി എന്നൊക്കെ ചോദിച്ചപ്പോ അലീന ചേച്ചി ഇവിടെ ഉണ്ട്, അലീന ചേച്ചി കിച്ചണിൽ എന്തോ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുകയാണ്, അതിന്റെ കാര്യം ഓർത്തിട്ടും കഷ്ടം തോന്നുന്നുണ്ട് മനുവേട്ടാ. പിന്നെ ബബിത ചേച്ചിയുടെ കാര്യം പറയാതിരിക്കുന്നത് നല്ലത്. ബബിത ചേച്ചി ഏത് നേരം ആ റൂമിൽ തന്നെയാണേ, ഒരു ഫോണും ഉണ്ട്. എനിക്കറിയത്തില്ല ഇവിടെ എന്ത് നടന്നു എന്ത് നടന്നില്ല എന്ന് പോലും ബബിത ചേച്ചിക്ക് അറിയത്തില്ല. ഏത് നേരം ആ ഫോണും വെച്ചോണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞപ്പം നീ ഒരു കാര്യം ചെയ്യുക, അതൊന്നും നീ കാര്യമാക്കണ്ട, ഈ സമയത്ത് ചുമ്മാ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകണ്ട വെറുതെ. അല്ല മോക്ക് സ്കൂളിലൊക്കെ പോകാറായില്ലേ, ഇനിയിപ്പോ ഇങ്ങനെ നിന്നാ പോരല്ലോ, സ്കൂളിലൊക്കെ പോകണല്ലോ എന്ന് പറഞ്ഞപ്പോ എങ്ങനെ മനുവേട്ടാ ഞാൻ സ്കൂളിൽ പോണത്? സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും മൂക്കത്ത് കൈവെക്കില്ലേ? ദേ ബലാത്സംഗം ചെയ്ത പ്രതിയുടെ പെങ്ങളാ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ പറയൂല. അപ്പൊ അതൊക്കെ കേട്ടിട്ട് ഞാൻ എങ്ങനെ നിൽക്കും മനുവേട്ടാ? എനിക്ക് അറിയത്തില്ല എന്താ ചെയ്യണമെന്ന്. പിന്നെ അനിയന ചേച്ചി അതും ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ സ്കൂളിലെ നോട്ടൊക്കെ ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഇനിയിപ്പോ ഒത്തിരി വെച്ച് താമസിപ്പിക്കൊന്നും വേണ്ട മോളെ, ഇതൊക്കെ ഓരോ പരിധി വരെയൊക്കെയല്ലേ ഉള്ളൂ. വേറൊരു വാർത്ത കിട്ടുമ്പോഴത്തേക്ക് ഇതിന്റെ ആ ഒരു ഇതങ്ങ് മാറിക്കോളും. ഇപ്പൊ വേറൊരു വാർത്തയും ഇല്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ആളി കത്തി നിൽക്കുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറെ വാർത്ത മീഡിയക്ക് കിട്ടും, അപ്പൊ അവരങ്ങോട്ടേക്ക് ചാടി പിടിക്കും, അതൊക്കെ പൊക്കോളും. അല്ല മനുവേട്ട, എനിക്ക് അച്ഛനെ കാണാൻ പോകണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ, അച്ഛനെ കാണാൻ പോലും പോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ഇവിടുന്ന് ഞാൻ അച്ഛനെ കാണാനായിട്ട് എങ്ങനെ ഇറങ്ങും? ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അലീന ചേച്ചിക്ക് ഇപ്പം പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാന്ന് പറഞ്ഞപ്പം അതിനേതായാലും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഏതായാലും ഞാൻ നോക്കട്ടെ, നമുക്ക് വന്ന് ഞാൻ നിന്നെ അലീനയും ഒന്ന് നിന്റെ അച്ഛനെ കൊണ്ട് കാണിക്കാം. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടേക്ക് വരാം. ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു, അപ്പം നിന്റെ അമ്മേനെ കണ്ടു. നിന്റെ അമ്മയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഓരോരോ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ട്, നിന്റെ അമ്മേനെ കാണാൻ എനിക്ക് പോകാൻ തോന്നണ്ടാത്തതാ. പക്ഷേ കാണാൻ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്റെ അച്ഛന്റെ പെങ്ങളായി പോയില്ലേ, എന്റെ ആന്റി ആയി പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോള് എന്നാ പിന്നെ മനുവേട്ട നാളെയെങ്കിൽ നാളെ ഇന്നെങ്കിൽ ഇന്ന് പെട്ടെന്നൊന്ന് ഇങ്ങോട്ടേക്ക് വരണം, എനിക്ക് കണ്ടേ പറ്റത്തുള്ളൂ, എനിക്ക് അച്ഛനെ കാണണം എന്ന് പറയുമ്പോൾ മോളെ ഞാൻ പറഞ്ഞല്ലോ, ഇടയിൽ ഇനി നടക്കുന്നു തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയായിരുന്നു. എന്നാലും നാളെ ഒന്ന് നോക്കട്ടെ, നിങ്ങളെ ഒന്ന് കൊണ്ട് കാണിക്കാൻ, മോള് വിഷമിക്കൊന്നും വേണ്ട. അലീനയോടും പറഞ്ഞേക്കണം, അവളെ ഞാൻ വിളിച്ചായിരുന്നു. പിന്നെ അവള് നല്ല ബോൾഡായിട്ട് നിപ്പുണ്ടല്ലോ, പ്രശ്നമൊന്നുമില്ല. അലീന ചേച്ചി ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല, അവളുള്ളത് തന്നെ ഞങ്ങളുടെ ആശ്വാസം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോൾക്കും കുറച്ച് സമാധാനമൊക്കെ ആയി. മനു സമാധാനിപ്പിച്ചപ്പോ കുറച്ച് സമാധാനമൊക്കെ വന്നു. അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. അപ്പൊ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോവർദ്ധനൻ നേരെ ചെല്ലുകയാണ് ബാലചന്ദ്രന്റെ അടുത്തേക്ക്. അങ്ങനെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചെന്നു. ബാലചന്ദ്രൻ ചോദിച്ചു, ഗോവർദ്ധന ഇവിടത്തെ കാര്യങ്ങളൊക്കെ എന്തായി? ഡിസ്ചാർജ് വല്ലതും നടക്കുമോ ഉടനെ വല്ലതും? ഇനിയിപ്പൊ എന്തിനാ എന്നെ ഇവിടെ ഇട്ടിരിക്കുന്നത്? സത്യം പറഞ്ഞ ഒരു ശ്വാസം മുട്ടലായി ഇവിടെ കിടക്കുമ്പം ആൾക്കാർ വന്ന് നോക്കുന്നതും. വല്ലാത്തൊരു അവസ്ഥയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗത്തിന് മാറ്റം സംഭവിക്കാത്തത് ഞാൻ ഇവിടെ കിടന്നിട്ടാന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞപ്പം ഇവിടെ കിടന്നത് കൊണ്ട് കുഴപ്പമില്ല, പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ബാലേട്ടന്റെ ഈ രോഗാവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും വരത്തില്ല, രോഗം കൂടത്തേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് വെളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വാർത്തയും പത്രവും മൊബൈലും ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സമാധാനം കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പം അന്നും പറഞ്ഞുകൊണ്ട് ഉള്ള കാലം മുഴുവനും എനിക്ക് ഈ ഹോസ്പിറ്റലിൽ കിടക്കാൻ പറ്റുമോ? സമ്പാദിച്ചത് മുഴുവൻ ഹോസ്പിറ്റലിലേക്ക് പൊക്കോണ്ടിരിക്കുക. അവിടെ ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് സമ്പാദിക്കുന്ന മുഴുവൻ കളയാൻ വേണ്ടി തന്നെയാ. അവളവിടെ ഡിസ്ചാർജ് ചെയ്തിട്ടും വീട്ടിലേക്ക് വരാൻ അവള് തയ്യാറാകുന്നില്ല. പക്ഷെ എനിക്ക് അങ്ങനെ കിടക്കാൻ പറ്റത്തില്ല, കാരണം എനിക്കറിയാം കഷ്ടപ്പാടിന്റെ വില. ഞാന് പണ്ട് മുതലേ വലിയ പണമുള്ളവനായിട്ടൊന്നും അല്ലല്ലോ വന്നത്. ഞാന് പിറന്നപ്പം മറ്റേ സ്വർണ്ണക്കരണ്ടി ആയിട്ടൊന്നും അല്ലല്ലോ വന്നത്. കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ബാലചന്ദ്രൻ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ബാലചന്ദ്രൻ ഇപ്പം ഈ ഒരു നിലയിലെത്തി നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബാലചന്ദ്രന് പൈസയുടെ മൂല്യം എന്താണെന്നൊക്കെ അറിയാം. അതുകൊണ്ട് വെറുതെ ഈ ഹോസ്പിറ്റലിൽ കിടന്ന് പൈസ കളയാനും എന്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ ഗോവർദ്ധന എന്ന് പറഞ്ഞപ്പോ അതൊക്കെ അറിയാം. ഹോസ്പിറ്റൽ ബില്ലൊക്കെ നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തോളാം ബാലേട്ടന്റെ ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം സംഭവിക്കാതെ പെട്ടെന്ന് തിരിച്ചു പോയിട്ട് വീണ്ടും ഒന്നുകൂടെ താങ്ങാൻ പറ്റാതെ വന്നു കഴിഞ്ഞാലേ ആ 3 പെമ്മക്കൾക്ക് അച്ഛനില്ലാണ്ടായി പോകില്ലേ എന്ന് പറഞ്ഞപ്പം എനിക്കിപ്പോ അലീന ഉള്ളതാ ഗോവർദ്ധന ഏക ഒരു ആശ്വാസം എന്ന് പറയുന്നത്. അവള് എല്ലാവരെയും നന്നായിട്ട് നോക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. അവള് സത്യം പറഞ്ഞാല് അവർക്കിപ്പോ അമ്മയുടെ സ്ഥാനത്താണ് എന്ന് പറഞ്ഞപ്പം ബബിതയ്ക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
അവൾ ഇപ്പോഴും ചങ്കരൻ തെങ്ങേ തന്നെ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. അവളുടെ അമ്മ വിളിച്ച് ഓരോന്ന് പറയുന്നുണ്ടായിരിക്കും, അതായിരിക്കും ഇപ്പോഴും അലീനയെ പുറത്താട്ടി പായിക്കുവാനുള്ള ശ്രമത്തിലും, അതുപോലെ അലീനയോട് മിണ്ടാതിരിക്കുകയും അവളുണ്ടാക്കിയ ഭക്ഷണത്തിനോട് വിരക്തി കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയപ്പം അവളുടെ അറിവില്ലായ്മ അങ്ങനെ നമുക്ക് കാണാം. പിന്നെ അറിവില്ലായ്മയായിട്ട് ഇതങ്ങോട്ട് തള്ളിക്കളയത്തൊന്നുമില്ല ഞാനുണ്ടെങ്കിൽ ഒരിക്കലും അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അതാ പറഞ്ഞത്, ഞാൻ അവിടെ ചെല്ലാതെ ശരിയാവില്ല ഗോവർദ്ധന, എനിക്ക് പോകണം, എനിക്ക് പോയേ പറ്റൂ. ഹോസ്പിറ്റൽ ബില്ലൊക്കെ ഏകദേശം അടച്ചേക്കണം. എല്ലാം അടച്ചിട്ട് നമുക്ക് ഡോക്ടറിനോട് ഞാൻ ഇനിയിപ്പം ഡോക്ടർ വരുമ്പോഴത്തേക്കും റൗണ്ട്സിന് വരുമ്പോഴത്തേക്ക് ഡോക്ടറിനോടൊന്ന് ചോദിക്കണം, ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകത്തില്ല എന്നൊക്കെ പറയാണ്. ഏതായാലും ഈ സമയത്ത് ഗോവർദ്ധന എന്നാ പിന്നെ ബാലേട്ടന്റെ ഇഷ്ടം, ഞാനിപ്പോ നിർബന്ധിച്ചെന്നോർത്ത് ബാലേട്ടന്റെ മനസ്സ് മാറില്ലെന്ന് എനിക്കറിയാം. ബാലേട്ടൻ എന്തെങ്കിലും മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ബാലേട്ടൻ അത് നടത്തും. അപ്പൊ അതുകൊണ്ട് ബാലേട്ടന്റെ ഇഷ്ടം, ഏതായാലും പുറത്തിറങ്ങിയാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് ആ കേസ് മുന്നോട്ടേക്ക് പോകുന്നതെന്ന് പറഞ്ഞപ്പം കേസ് അതിന്റെ പാട്ടിന് പോട്ടെ, കുറച്ചുനാൾ അനുഭവിക്കട്ടെ ഗോവർദ്ധന, കുറച്ചുനാൾ അവൻ അനുഭവിക്കട്ടെ. എന്റെ മകനാണെങ്കിലും ആരാണെങ്കിലും തെറ്റ് ചെയ്തവരല്ലേ, അനുഭവിക്കട്ടെ കുറച്ചു നാളത്തേന്. ഞാൻ അതിനുവേണ്ടി ഒന്നും അല്ല പുറത്തിറങ്ങുന്നത്. എന്റെ പെമ്മക്കളെ എനിക്ക് നോക്കിയല്ലേ പറ്റത്തുള്ളൂ. സമൂഹത്തിന് മുമ്പിൽ അങ്ങനെ ഇട്ടുകൊടുക്കാൻ പറ്റില്ല എനിക്ക്. എന്റെ പെമ്മക്കളെ എനിക്ക് നോക്കണം. ഇപ്പൊ ഒരെണ്ണം ജയിലിൽ പോയെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ കട ഇപ്പൊ അടച്ചിട്ടിട്ട് എത്ര ദിവസമായെന്നറിയോ? കട ഇനി തുറന്നു കഴിഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന നമ്മളെ പ്രതീക്ഷിച്ച് നമ്മുടെ കടയിലെ സ്റ്റാഫുകൾ ഓരോരുത്തരുണ്ട്. ഓരോ സ്റ്റാഫുകളും നമ്മളെ പ്രതീക്ഷിച്ചിട്ടല്ലേ അവര് ജോലിക്ക് വരുന്നത്. അപ്പം അവർക്ക് സാലറി കൊടുക്കാൻ പറ്റുന്നില്ല, അവരുടെ കുടുംബം പട്ടിണിയാകും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തേ പറ്റൂ എന്നൊക്കെ നമ്മുടെ ഗോവർദ്ധനോട് ഇങ്ങനെ പറയാണ് കേട്ടോ ബാലചന്ദ്രനെ. അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്, ഇതിനിടയിൽ നമ്മുടെ ശിവശങ്കരമേനോനും രാജീവും കൂടെ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ ഇവര് ചുറ്റിക്കറങ്ങി എന്താ പറയാ, ഒരു ഫലവും ഉണ്ടാകുന്നില്ല ചുറ്റിക്കറങ്ങിയില്ല. നമ്മുടെ രോഹിത്തിനെയോ ഹരിനെയോ ഒന്നും കാണാൻ കൂടി ഇനി സാധിക്കില്ല, അത്രയും സ്ട്രിക്റ്റ് ആണ് ജയിൽ നടപടികൾ എന്ന് മനസ്സിലാക്കി ഇവര് നേരെ ഇതിലെ കുറെ മന്ത്രിമാരെയും കുറെ രാഷ്ട്രീയക്കാരെയും കുറെ എന്താ പറയാ അങ്ങനെ കുറച്ച് വലിയ ആൾക്കാരെയും ഒക്കെ കാണാൻ പോയിട്ട് ഒന്നിനും ഒരു പരിഹാരവും ഉണ്ടാകാതെ അലഞ്ഞു തിരിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുകയാണ്. എത്തിയ ഉടനെ തന്നെ നമ്മുടെ കമല ഓടി വരികയാണ്. കമല ഓടി വന്നിട്ട് എന്തായി, ഈ കാര്യങ്ങളൊക്കെ എന്തായി, പറ ശിവേട്ട, അവരെ കണ്ടോ, അവര് വല്ലതും കഴിച്ചോ, അവര് പോലീസുകാർ എന്തെങ്കിലും ചെയ്തോ, നിങ്ങൾ അവർക്ക് വല്ല പൈസയും കൊടുത്തോ എന്നൊക്കെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രാജീവൻ പറഞ്ഞു, കമലയിടത്ത് വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള്. പോലീസുകാരെയോ അതുപോലെ കോടതിയിലെ വക്കീലുമാരെയോ ഒന്നും നമുക്ക് സ്വാധീനിക്കാനായിട്ട് പറ്റില്ല. കാരണം അതുപോലെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് എല്ലാവരും മുന്നോട്ടേക്ക് പോകുന്നത്. ആ പെൺകുട്ടിയുടെ ജീവിത സുരക്ഷിതത്വത്തിന് ഉറപ്പുവരുത്തുന്നതല്ലാതെ വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല. രാഷ്ട്രീയക്കാരെയും അതുപോലെ മുകളിലുള്ളവരെയും ഒക്കെ പോയി കാണുക, അവരുടെ മുമ്പിൽ ചെന്ന് കൈനീട്ടി നിൽക്കുക എന്നുള്ളതല്ലാതെ അവിടെ നിന്നൊന്നും ഇതുവരെ നല്ലൊരു ആൻസർ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാവും, എന്തായി തീരുന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, മാത്രമല്ല ശിവേട്ടനൊക്കെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുക. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, കമലയിടത്തിൽ കൂടുതലൊന്നും സംസാരിക്കാൻ പോകണ്ട എന്നിങ്ങനെ പറയാ. ഈ ഒരു സമയത്ത് എന്റെ പൊന്നു രാജീവ, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ സമാധാനത്തിന് ഞാൻ എന്ത് ചെയ്യണം? അവരെ ജയിലിലേക്ക് കൊണ്ടുപോയി അവർക്ക് ഭക്ഷണമൊക്കെ കിട്ടുമോ? അവർ കിടക്കുന്നത് എങ്ങനെയായിരിക്കും? അയ്യോ, എന്റെ മോൻ തറയിലായിരിക്കില്ല കിടക്കുന്നത്, അവന് പുതയ്ക്കാൻ വല്ല പുതപ്പും കാണുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മനു വന്നു. വന്നിട്ട് മനുവിന് ദേഷ്യം വന്നിട്ട് മനു പറഞ്ഞു, ഓ, അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് സൽക്കരിക്കാനല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്താ നിങ്ങൾ ഈ പറഞ്ഞു കൂട്ടുന്നത്? അവരെ ശിക്ഷ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടാൻ വേണ്ടിയാ ജയിലിൽ കൊണ്ടുപോയി ഇടുന്നത്. അല്ലാതെ അവരെ ഇനിയിപ്പം കൈതക്കൽ തറവാട്ടിൽ മാളിക വീട്ടിലെ ശിവശങ്കരമേനോന്റെ മോൻ ഹരിയല്ലേ എന്നൊന്നും അവിടെയുള്ളവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അവിടെ സീനിയേഴ്സ് ഉണ്ട്, അതായത് ഇവരെക്കാളും മുതിർന്നവര്, ജയിൽ പുള്ളികള്, അവരെ ഇടിച്ച് പരിപ്പളക്കും ഇവന്മാരുടെയൊക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ കമല പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സമാധാന വാക്ക് പറയാതെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നു എന്ന് പറഞ്ഞപ്പോ രാജീവൻ പറഞ്ഞു, എന്താ മനു ഇത്? എന്തൊക്കെ പറഞ്ഞാലും ഇത് നിന്റെ അമ്മയല്ലേ, ഒരു സ്ത്രീയല്ലേ. ഈ പറയുന്ന ഹരി എന്ത് തെറ്റ് ചെയ്തോട്ടെ, എന്ത് തെറ്റ് ചെയ്താലും പെറ്റ വയറ് തന്നെയല്ലേ, അത് നീ മനസ്സിലാക്ക്. അങ്ങനെ മനസ്സിലാക്കി ഒന്ന് സംസാരിക്ക് എന്ന് പറയാണ്. അപ്പം പറഞ്ഞു, പെറ്റ വയറൊക്കെ തന്നെ, ഇതൊക്കെ നേരത്തെ കരുതണമായിരുന്നു ചെറിയ, അതൊക്കെ നേരത്തെ ചിന്തിക്കണമായിരുന്നു. പെറ്റ വയറാണെന്നും മക്കളെ എങ്ങനെ വളർത്തണമെന്നും എന്തൊക്കെ പറഞ്ഞു കൊടുക്കണമെന്നും പൈസ കൊടുത്ത് ദൂർത്തടിപ്പിക്കരുതെന്നും ഒക്കെ ചിന്തിക്കണമായിരുന്നു. എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി മകനെ വളർത്തിക്കഴിഞ്ഞ് ലാസ്റ്റ് മകൻ തിരിച്ചു കടിച്ചു.
മാത്രമല്ല ഇപ്പൊ ഒരു പെങ്കൊച്ചിന്റെ ജീവിതം കൂടെ അല്ലേ തകർന്നു പോയിരിക്കുന്നത്, തരിപ്പണമായിരിക്കുന്നത്. അതിനാര് ഉത്തരവാദിത്വം പറയും? നിങ്ങൾ ഈ കയറി ഇറങ്ങി നടന്ന് നാണം കെടുക എന്നുള്ളതല്ലാതെ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാ ഈ വക കേസിലൊന്നും ഞാൻ ഇറങ്ങി വരാത്തത് എന്ന്. ഇത്രയും കേട്ടപ്പോഴത്തേക്ക് രാജീവൻ അങ്ങ് പോയി കേട്ടോ. രാജീവൻ കമലയോട് പറഞ്ഞിട്ട് ഞാനൊന്ന് പോകട്ടെ, ഒന്ന് ഫ്രഷ് ആകട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോയി. കമല ഇങ്ങനെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല കമലയ്ക്ക്. കമലയ്ക്കും സത്യം പറഞ്ഞാൽ സ്വന്തം മകനെ നഷ്ടമായതിന്റെ ആ ഒരു ഭയങ്കര വേദനയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ആ ഒരു സീനൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മനു എത്തുകയാണ് കേട്ടോ. മനു എത്തുന്നു, വീട്ടിലേക്ക് മനു എത്തുന്നു, കോളിംഗ് ബെൽ അടിക്കുന്നു. അത് മാത്രമല്ല വീട് മുഴുവൻ പൊട്ടി തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്നത് മനു കാണുന്നു. അതൊക്കെ മനു ഇങ്ങനെ കൈ കൊണ്ടൊക്കെ പിടിച്ച് തൊട്ട് നോക്കുകയാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കോളിംഗ് ബെൽ അടിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അലീന ഇറങ്ങി വന്നു. മനുവിനെ കണ്ടതും എന്തോ ഒരു ശ്വാസം തിരിച്ചു കിട്ടിയതുപോലെ അലീനയ്ക്ക്. മറ്റെല്ലാവരുടെയും മുമ്പിൽ അലീന പിടിച്ചു നിൽക്കുമെങ്കിൽ മനുവിനെ കാണുമ്പോഴത്തേക്കും അലീനയ്ക്ക് പൊട്ടിക്കരച്ച്, അത് നമുക്ക് വേണ്ടപ്പെട്ടവരെ കാണുമ്പോഴാണല്ലോ നമ്മുടെ സങ്കടമൊക്കെ വെളിയിൽ വരുന്നത്. അലീന പൊട്ടിക്കരയുന്ന ഒരു അവസ്ഥയാണ്. ഏതായാലും ഈ സമയത്ത് കൃഷ്ണമോളും ഇറങ്ങി വന്നിട്ട് മനുവേട്ടൻ എത്തിയോ, എന്നാ പിന്നെ മനുവേട്ട ബാ നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോകാന്ന് പറഞ്ഞപ്പം നിന്റെ അച്ഛനെ ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്യുമെന്നൊക്കെയാണ് മോളെ അറിയുന്നത്, ഡിസ്ചാർജ് ചെയ്യുന്നൊക്കെയാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പുറത്ത് പോകാത്തതല്ലേ നമുക്ക് നല്ലത്. എന്തൊക്കെയാണെങ്കിലും ഇവിടുന്ന് പുറത്തിറങ്ങി എന്താ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെയാണ് ജനങ്ങളെല്ലാം രോക്ഷം കൊണ്ട് ഇപ്പം നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായെന്നിങ്ങനെ നമ്മുടെ കൃഷ്ണമോളോട് പറഞ്ഞ് മനസ്സിലാക്കാണ് കേട്ടോ. ഈ സമയത്ത് തന്നെ നമ്മുടെ ബബിത റൂമിനകത്താണ്. ബബിത വെളിയിൽ ഇറങ്ങുന്നില്ല, ഫോണും കുത്തിപ്പിടിച്ച് ബാക്കി ആരുടെയും സാഹചര്യങ്ങളോ സൗകര്യങ്ങളോ അവരുടെയൊക്കെ വേദനകളോ ഒന്നും മനസ്സിലാക്കാതെ ബബിത ഒരു ഫോണും കുത്തിപ്പിടിച്ച് തന്റെ കാമുകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നൊന്നുമില്ല ബബിത. ആ ബബിതനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ബബിതനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതേ സമയം നമ്മുടെ അലീനയ്ക്കും കൃഷ്ണമോൾക്കും ആശ്വാസ വാക്കുകൾ പകരാൻ മനു അല്ലാതെ വേറെ ആരും ഇപ്പൊ ഇല്ല. അങ്ങനെ മനു വന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. ഏതായാലും ബാലചന്ദ്രന്റെ അടുത്തേക്ക് കൃഷ്ണമോളെ കൊണ്ടുപോകുമോ അതോ കൃഷ്ണമോളെ കാണാൻ വേണ്ടി ബാലചന്ദ്രൻ ഡിസ്ചാർജ് ചെയ്ത് തിരിച്ചു വരുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെയാണ്. ഏതായാലും ഒരു വൈകാരിക നിമിഷം തന്നെയാണ് നമ്മുടെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് എത്തുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അത്രയധികം നമ്മുടെ കൃഷ്ണമോൾക്ക് അച്ഛനോടുള്ള സ്നേഹവും അതുപോലെ തന്നെ അലീനയ്ക്ക് അച്ഛനോടുള്ള സ്നേഹവും ഒക്കെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു വീട്ടില് ഒരു ഗ്രഹനാഥൻ ഇല്ലാതെ വരിക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരുപാട് കൃഷ്ണമോളും അലീനയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈ സമയത്ത്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ബാലചന്ദ്രന്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് ഇവരെയൊക്കെ ഒരുപാട് സന്തോഷത്തിലാഴ്ത്തും. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമ്മൾ ഇന്നും രാവിലെ ഫുൾ വിശേഷവും അപ്കമിങ് വിശേഷവും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്താറുണ്ട്. ഇപ്പൊ നമ്മുടെ കഥ കുറച്ച് എഴഞ്ഞെഴിഞ്ഞ് പോകുന്നത് കൊണ്ടാണെന്ന് വ്യൂവേഴ്സ് ഒക്കെ വളരെയധികം കുറവാണ്. ഏതായാലും അടിപൊളിയായിട്ട് കഥ മുന്നോട്ടേക്ക് പോകും കേട്ടോ. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായും നമുക്ക് വേണം. അതിന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കാണുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഉടനെ തന്നെ വീഡിയോസ് ഒക്കെ കയറി കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരോ ലൈക്കുകൾ നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മുടെ യൂട്യൂബ് നമ്മളെ റെക്കമെൻഡേഷൻ ലിസ്റ്റിലേക്ക് കയറ്റി വിടുന്നത് ഈ ലൈക്കിലൂടെ തന്നെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പൊ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ ഷോർട്ട് വീഡിയോസ് ഒക്കെ കാണുന്നവർ ഒന്ന് ലൈക്ക് ഒക്കെ അടിച്ചിട്ട് കാണണം കേട്ടോ. പിന്നെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ ഫുൾ വിശേഷം നമ്മൾ ജിൽ ചിന്നുവിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അടുത്ത വിശേഷവുമായിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.